അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൽ മസദാണ്, അല്ലെങ്കിൽ സൂറത്തുൽ ലഹബ്, അതുമല്ലെങ്കിൽ സൂറ തബ്ബത്ത്. ഇങ്ങനെ 3 പേരുകളിൽ ഈ സൂറ അറിയപ്പെടുന്നുണ്ട്: സൂറത്തുൽ മസദ്, സൂറത്തുൽ ലഹബ്, അതുപോലെ സൂറ തബ്ബത്ത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിത കാലത്തെ ആദ്യഘട്ടത്തിലാണ് ഈ സൂറ അവതരിച്ചത്. അഥവാ മക്കയിലെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറയാണ് സൂറത്തുൽ ലഹബ്. ഈ സൂറയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ പ്രവാചകന്റെ പിതൃവ്യനായ അഥവാ മൂത്താപ്പയായ അബൂലഹബുമായിട്ട് ഈ സൂറയ്ക്ക് ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ അബൂലഹബ് എന്ന പിതൃവ്യൻ വളരെ ശക്തമായിട്ട് അതിനെതിരിൽ രംഗത്ത് വന്നതായി ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രബോധന രംഗത്ത് വളരെയേറെ പ്രയാസം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു അത്. ആ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബ് എന്ന പ്രവാചകന്റെ പിതൃവ്യനായ എന്നാൽ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ആളെ കുറിച്ച് ഖുർആനിലൂടെ പരാമർശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരേ ഒരു ബന്ധുവിനെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പേരെടുത്ത് പരാമർശിച്ചത്. അത് അബൂലഹബാണ്. ആ പരാമർശം ഒരിക്കലും നല്ല അർത്ഥത്തിലല്ല, അയാളെ പുകഴ്ത്തി പറയാൻ വേണ്ടിയല്ല, മറിച്ച് അയാളിലൂടെ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകൾ നിമിത്തം അയാൾക്ക് ഇഹലോകത്തും പരലോകത്തും നേരിടേണ്ടി വരുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഈ സൂറയിലെ ഒരു വിഷയം എന്ന് കാണും. നമുക്ക് സൂറ പാരായണം ചെയ്ത് പഠിച്ചതിന് ശേഷം കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാം. സൂറയുടെ പേര് സൂറത്തുൽ ലഹബ്. അല്ലെങ്കിൽ സൂറത്തുൽ മസദ് ഒന്നാമത് എഴുതാം. സൂറത്തുൽ മസദ്. സൂറത്തുൽ മസദ്. 2 സൂറത്തുൽ ലഹബ്. സൂറത്തുൽ ലഹബ്. ഇനി മൂന്നാമത് സൂറയുടെ ആരംഭത്തിലെ ആദ്യ വാക്ക് എന്ന ഉദ്ദേശത്തില് സൂറ തബ്ബത്ത് എന്നും പറയുന്നു. സൂറത്തുൽ മസദ്, സൂറത്തുൽ ലഹബ്, സൂറത്തു തബ്ബത്ത്, 3 പേരുകളിൽ ഈ സൂറ അറിയപ്പെടുന്നു. ഈ 3 വാക്കുകളും ഈ സൂറയിൽ ഉള്ളത് തന്നെയാണ്. അൽ മസദ് എന്ന വാക്ക് സൂറയുടെ അവസാനത്തെ വാക്കാണ്. ലഹബ്, തബ്ബത്ത് യദാ അബീ ലഹബ്, അതിലുണ്ട് ലഹബ്. അതുപോലെ തബ്ബത്ത് എന്ന വാക്ക് സൂറയുടെ ആദ്യത്തെ വാക്കാണ്. ഇങ്ങനെ 3 പേരുകളിൽ ഈ സൂറ അറിയപ്പെടുന്നുണ്ട്. ഖുർആനിൽ പൊതുവെ കാണാൻ കഴിയാം സൂറത്തുൽ മസദ് എന്ന പേരാണ് കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഈ സൂറ അവതരിച്ച കാലഘട്ടം മക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ്. മക്കിയ. ആയത്തുകൾ ആയാത്തുഹ ഹംസ്, 5 ആയത്തുകളാണ് സൂറയിലുള്ളത്. നമുക്ക് സൂറ പാരായണം ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. ما أغنى عنه ماله
كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഇങ്ങനെ 5 സൂക്തങ്ങളാണ്. നന്നായിട്ട് പാരായണം ചെയ്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ചില നിയമങ്ങൾ, പാരായണ നിയമങ്ങൾ പരിചയപ്പെടാം. ഇതിൽ ഒന്നാമത്തേത് തബ്ബത്ത്. ഇതിലെ ഈ തായാണ്. തബ്ബത്ത് എന്ന് പറയേണ്ടതില്ല, തബ്ബത്ത്. തായിന് സുക്കൂൻ വരുമ്പോ എന്ന് മാത്രമേ പറയേണ്ടുള്ളൂ. തബ്ബത്ത് എന്ന രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ യദാ അബി ലഹബ്, യദാ അബി, അവിടെ ഒരു മദ്ദുണ്ട്. യദാ, ദാലിന് അലിഫ്, യദാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അബി, ഹംസ്, യദാ അബി. ഇങ്ങനെ വരുമ്പോ ഈ അലിഫിന്റെ ശേഷം ഹംസ് വരുമ്പോ ഈ അലിഫിനെ കുറിച്ച് കൂടുതലായിട്ട് നീട്ടണം. യദാ അബി. ഇതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട നിയമം, യദാ അബി. പിന്നെ ഒന്ന്, ഈ സൂറയിലെ 5 ആയത്തുകളും അവസാനിക്കുന്നത് നമ്മൾ നേരത്തെ സൂറ അൽ ഫലഖിലും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസിലും മനസ്സിലാക്കിയ പോലെ ഖത്ബ് ജദ് ഓർക്കുന്നില്ലേ? ഖത്ബ് ജദ് എന്ന് പറഞ്ഞ 5 അക്ഷരങ്ങൾ, ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്, 5 അക്ഷരം. ഇവയുടെ പേര് ഹുറൂഫുൽ ഖൽഖല എന്നാണ്. അപ്പൊ ഈ അക്ഷരങ്ങൾ സുക്കൂനായി വരുമ്പോ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് ഉച്ചരിക്കണം. സുക്കൂനായിട്ട് വരുമ്പോ വ്യക്തമാക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പഠിച്ചു, ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെയാണ് അവസാനിക്കുന്നത്. അഹദ്, സ്വമദ്, യലിദ്, യൂലദ്, അഹദ്, ഇങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഈ സൂറയിലെ അവസാനത്തെ വാക്കുകൾ, അവയുടെ അവസാനത്തെ അക്ഷരങ്ങൾ വ്യക്തമായിട്ട് ഉച്ചരിക്കേണ്ടതുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് തബ്ബത് യദാ അബി ലഹബിൻ വതബ് എന്ന് പറയണം. വതബ് പോരാ, വതബ് എന്ന് തന്നെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. വതബ്. അതുപോലെ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, ബ് എന്ന് പ്രകടമാവണം. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇങ്ങനെ എല്ലാ അവസാനത്തെ അക്ഷരങ്ങളും പ്രകടമായിട്ട് വെളിപ്പെടുത്തണം എന്നാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് മറ്റൊരു നിയമമാണ്. 5 ആയത്തുകളുടെയും അവസാനത്തെ അക്ഷരങ്ങൾ വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ആയത്ത് ഓതുമ്പോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന, അവിടെ എന്താ ഉള്ളത്? മാ അഗ്നയിൽ മദ്ദുണ്ട് അല്ലെ? മാ അഗ്ന. ഇതില് ഈ മുകളിൽ വന്ന യദാ അബി, ഇവിടെ വന്ന നിയമം ഉണ്ടല്ലോ, അലിഫിന്റെ ശേഷം ഹംസ്. ഇതേ നിയമം തന്നെയാണ് ഇവിടെയും. മാ നീട്ടാനുള്ള അലിഫാണ്, അതിനുശേഷം ഹംസ് വന്നു. അപ്പൊ ഇവിടെ ഈ അലിഫിൽ മദ്ദ് വരും. മാ അഗ്ന, അങ്ങനെ മദ്ദ് വരും. മാ അഗ്ന, അങ്ങനെ. പിന്നെ അടുത്തൊരു നിയമമുള്ളത് അൻഹു. അൻഹു, ഇവിടെ ഹു എന്ന അക്ഷരത്തിന്റെ തൊട്ട് മുമ്പ് സുക്കൂനാണ്. ഹുവിന് മുമ്പ് സുക്കൂൻ, നൂനിന്റെ സുക്കൂന്. അപ്പൊ ഹു എന്നതിന് മുമ്പ് സുക്കൂൻ വരുമ്പോ മുറിച്ചു വായിക്കണം. അൻഹു എന്ന് മുറിക്കണം, നീട്ടാൻ പാടില്ല. അൻഹു എന്ന് നീട്ടാൻ പാടില്ല. അതേസമയം സുക്കൂൻ അല്ലെങ്കിൽ, സുക്കൂനിന് പകരം ഹർക്കത്താണെങ്കിലോ ഫത്ഹ്, കസ്റ, ദമ്മ്, ഇതാണല്ലോ ഹർക്കത്ത്. അപ്പൊ അവയിൽ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് കുറച്ച് നീട്ടിയിട്ട് വായിക്കാൻ കഴിയും. അപ്പൊ അത് അടുത്ത വാക്കിൽ തന്നെ അത് വരുന്നുണ്ട്. മാലുഹു, മാലുഹു. ഇവിടെ ഹുവിന് മുമ്പ് ഹർക്കത്താണ്, ദമ്മ്.
ഇവിടെ ഹുവിന് മുമ്പ് സുക്കൂനായിരുന്നു, അതുകൊണ്ട് ഇവിടെ മുറിച്ചു വായിക്കണം അൻഹു. അതേസമയം ഇവിടെ ഹുവിന്റെ മുമ്പ് ഹർക്കത്തായതുകൊണ്ട് ലമ്മായതുകൊണ്ട് ഇവിടെ നമുക്ക് കുറച്ച് നീട്ടാം. അതിനാണ് ഇവിടെ ഇങ്ങനെ വാവ് കൊടുത്തിരിക്കുന്നത്. മാലുഹു. ഖുർആനിൽ നോക്കിയാല് ഇവിടെ ഒരു വാവ് ഉണ്ടാവും. ആ വാവിന്റെ ഉപയോഗം അതാണ്, അല്പം നീട്ടി വായിക്കാം. മാലുഹു. അപ്പൊ ഇവിടെ അൻഹു, ഇവിടെ കുറച്ച് നീട്ടിയിട്ട് മാലുഹു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അങ്ങനെ വരും. അപ്പൊ ആ രൂപത്തില് പാരായണം ചെയ്ത് ശീലിക്കണം. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അല്പം ഒന്ന് മുന്നോട്ട് തള്ളിയിട്ടായിരിക്കണം വായിക്കുന്നത്. ഇനി മൂന്നാമത്തെ ആയത്ത് സയസ്ല നാറൻ ദാത ലഹബ്. ഈ ആയത്തില് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല, പക്ഷെ അല്പം ഒരു ചടുലത ഉണ്ടായിരിക്കണം പാരായണത്തില്. സയസ്ല, സയസ്ല എന്ന് വായിക്കേണ്ടതില്ല. സയസ്ല നാറൻ ദാത ലഹബ്. നാറൻ എന്ന തൻവീൻ ശ്രദ്ധിക്കാം. നാറൻ തൻവീൻ എഴുതിയിരിക്കുന്നത് ഒന്ന് ഇങ്ങനെ, രണ്ടാമത്തത് അല്പം അകറ്റിയാണ് എഴുതിയിരിക്കുന്നത്. എന്നതിന്റെ ഉദ്ദേശം നാറന്താത്ത ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുകയാണ് ഈ തൻവീൻ. അപ്പൊ നാറന്താത്ത അടുത്തതിലേക്ക് ലയിപ്പിച്ചുകൊണ്ടായിരിക്കണം വായന. അത് മാത്രമാണ് ആ മൂന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. സയസ്ലാ നാറൻ ദാത ലഹബ്. ഇത്രയേ ഉള്ളൂ. ഇനി നാലാമത്തെ ആയത്ത് വംറഅതുഹു ഹമ്മാലതൽ ഹതബ്. വംറഅത്ത്, ഇത് പാരായണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഇവിടെ ഈ അലിഫിന് മുകളിൽ ഹംസത്തുൽ വസ്ലുണ്ട്. ഹംസത്തുൽ വസ്ൽ വംറഅതുഹു അങ്ങനെയാണ്. അപ്പൊ എങ്ങനെ വായിക്കാം? ചിലര് തോന്നുമ്പോ ഈ അലിഫ് നീട്ടി വായിക്കുന്ന കാണാം. വാംറഅതുഹു എന്ന് ഓതിപ്പോകും. അല്ലെങ്കിൽ ഈ അലിഫിന് മുകളിലുള്ളത് ഫത്ഹയാണെന്ന് ധരിച്ചിട്ട് അംറഅതുഹു എന്നൊക്കെ ഓതാൻ സാധ്യതയുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഹംസത്തുൽ വസ്ൽ എന്ന ഈ ചിഹ്നം എല്ലായിടത്തും അതിന് ശബ്ദം ഉണ്ടാവില്ല. പലയിടങ്ങളിലും ശബ്ദം ഇല്ലാതെ ഇങ്ങനെ ലയിച്ച് ചേരാണ് ചെയ്യുക. അപ്പൊ ശരിക്കും ഇവിടെ ഉച്ചാരണം ഇല്ല. ഈ അലിഫിന് ഉച്ചാരണം ഇല്ല. ശരിക്കും അത് ഇമ്രഅത്താണ്. ഇമ്രഅ, വ പ്ലസ് ഇമ്രഅ വംറഅ എന്നായിട്ട് മാറും. വംറഅതുഹു എന്നായിട്ട് മാറാണ്. അപ്പൊ അങ്ങനെ മാത്രമേ ഓതേണ്ടുള്ളൂ. വംറഅതുഹു. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഹൂവിന് മുമ്പ് ഹർക്കത്തായതിനാൽ നേരത്തെ മാലുഹു എന്ന് ഓതിയതുപോലെ ഹൂവിന് മുമ്പ് ഹർക്കത്തായതിനാൽ ഇവിടെ അല്പം നീട്ടി വായിക്കണം. വംറഅതുഹു എന്ന് കുറച്ച് നീട്ടി വായിക്കേണ്ടി വരും. വംറഅതുഹു ഹമ്മാലതൽ ഹതബ്. ഹൂ കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ ഹാ വരാണ്. ആ അക്ഷരത്തിലേക്ക് നമ്മുടെ മനസ്സ് പെട്ടെന്ന് മാറണം. വംറഅതുഹു ഹമ്മാലതൽ ഹതബ്. ഹമ്മാല, ഇവിടെ മീമിന് ശബ്ദമുണ്ട്. ആ ശബ്ദ മണിച്ച് ഉച്ചരിക്കണം. ഹമ്മാലത്തൽ ഹതബ് എന്ന്. നാലായത്തായി. ഇനി അഞ്ചാമത്തെ ആയത്ത് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഫീ ജീദിഹാ ഹബ്ലുൻ, തൻവീനുണ്ട്. ആ തൻവീൻ ഇങ്ങനെ നേരെയാണ്, രണ്ട് തൻവീനും. ഹബ്ലുൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് മീമ് മിൻ. പക്ഷെ തൻവീനിന് ശേഷം മീമ് വരുമ്പോ ഈ മീമിനെ കുറിച്ച് നന്നായിട്ട് മണിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ മീമിന് ശബ്ദം കൊടുത്തിട്ടുണ്ടാവും. ഹബ്ലും മിൻ. പിന്നെ അടുത്തത് ഈ മിൻ എന്ന് പറയുമ്പോൾ നൂനിന് എന്തായിരിക്കും ഹർക്കത്ത്? നൂനിന് സുക്കൂനാണ് അല്ലെ?
സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വരുമ്പോ ആ മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിക്കണം. അപ്പൊ മിമ്മ എന്ന് വായിക്കണം. നൂന് ഇവിടെ ഉച്ചരിക്കേണ്ടതില്ല. മീമിൽ നിന്ന് നേരെ നമ്മൾ അടുത്ത മീമിലേക്ക് ചാടും. മിമ്മ. അങ്ങനെയായിരിക്കും പാരായണം. ഹബ്ലും മിൻ മസദ്. മസദിൻ എന്ന തെൻവീൻ വേണം, പക്ഷെ തെൻവീൻ ഉണ്ടാവില്ല. അതിന് പകരം ഇങ്ങനെ ഒരു മീമ് കൊടുത്തിട്ടുണ്ടാവും ഖുറാനില്. അതിന്റെ ഉദ്ദേശം അടുത്ത സൂറയിലെ ബിസ്മിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. മസദിൻ ബിസ്മില്ല എന്ന അടുത്ത സൂറയിലെ ബിസ്മിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതേസമയം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റു സൂറകളായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ തെൻവീൻ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തെൻവീനിൽ തന്നെ അവസാനിപ്പിക്കാം. അപ്പോ 5 ആയത്തുകൾ പാരായണ നിയമം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് ഖുറാനിലെ ഓരോ ചിഹ്നങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഓരോ അക്ഷരങ്ങൾ എഴുതിയ രൂപത്തിലും അതുപോലെ തെൻവീനും. പിന്നെ ഇടയ്ക്ക് വരുന്ന ഈ സൂറയിലാണ് പുതുതായിട്ട് നമ്മൾ ഈ വാവ് പഠിക്കുന്നത്, കുറച്ച് നീട്ടാൻ വേണ്ടിയിട്ട്. ഈ ഹാഇന്റെ ഹർക്കത്തിനനുസരിച്ചാണ് വാവ് വരുന്നത്. ഹാഇന് മുമ്പ് സുക്കൂനാണെങ്കിൽ വാവ് ഉണ്ടാവില്ല, മുറിച്ചു വായിക്കണം. ഹാഇന് മുമ്പ് ഹർക്കത്താണെങ്കിൽ ഇവിടെ അല്പം ഒന്ന് നീട്ടി വായിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ മാലുഹു, അതുപോലെ വമ്രഅതുഹു, അവിടെയൊക്കെ അല്പം ഒന്ന് നീട്ടി വായിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഒന്നുകൂടി പാരായണം ചെയ്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഇങ്ങനെ ഭംഗിയായിട്ട് പാരായണം ചെയ്ത് ഈ സൂറയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പാരായണം ഖുർആൻ പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനിന്റെ വൈകാരികത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരായണം ചെയ്ത് ശീലിക്കുവാനും സൂറകൾ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.